തങ്കം നീ വന്നേടി. അയ്യോ പണിയുണ്ട് ക്ലീറ്റോ. നീ ഇങ്ങോട്ട് വന്നേ. എടി അത് നിട്ടിട്ട് വാ ഇങ്ങോട്ട്. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം തയ്ച്ചു കൊടുക്കാനായിട്ട്. നീ ഇതാണ്ട് ആ തയ്ക്കുന്ന ഈ ഡിസൈൻ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ വെട്ടാതെ ഇത് സൈഡ് ഇച്ചിലൂടെ കയറ്റി ഒന്ന് വെട്ടി വിട്ടാൽ നല്ല രസമായിരിക്കും. എന്ത് ചുരിദാറിന്റെ അടിയിലോ? ചുരിദാറിന്റെ അടിയിൽ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ ഈ സൈഡ് ഉണ്ടല്ലോ അത് നോർമലി ഇതാക്ക ഇങ്ങനെ ഇങ്ങനെ നിൽക്കാതെ അത് ഇച്ചിരി വളച്ചു വിട്ടു കൊടുത്താൽ ഭയങ്കര രസമായിരിക്കും. അടുത്ത ഷർട്ട് തയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഈ ഷർട്ട് പക്ഷെ പലരും ചോദിച്ചു കേട്ടോ, ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ഇത് ആര് വെച്ച് എവിടെ നിന്നൊക്കെ ചോദിച്ചു. ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ നെറ്റിനകത്ത് നല്ല ഡിസൈനുകളുടെ ഇത് കിടപ്പുണ്ട്. നീ അതൊക്കെ എടുത്തൊന്ന് നോക്കിയിട്ട്. എനിക്ക് നെറ്റ് നോക്കാൻ അറിയോ? ക്ലീറ്റ് 24 മണിക്കൂറും പുറത്തല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാനേ പിന്നെ ഇന്ന് വരുമ്പോ കുറച്ച് ഫോട്ടോസ് പ്രിന്റ് എടുത്തോണ്ട് വരാം. അത് നോക്കി നീ തയ്ക്ക്. എന്നാ എനിക്കിത് നാളെ വൈകുന്നേരം കൊടുക്കണം. അവര് വരും. ഇന്ന് രാത്രി തരാം. നല്ല ഇത് പിന്നെ നേരത്തെ തയ്ച്ചു വെച്ചതൊക്കെ എന്ത് ചെയ്തു? അത് 15 ദിവസം അവര് കൊണ്ടുപോയി. അതിന്റെ പൈസ വന്നോ? പൈസ ഒന്നിച്ചേ തരുള്ളൂ. ഇതും കൂടി തയ്ച്ചു കഴിയുമ്പോ കൊത്താരും. ഇതും കൂടെ പെട്ടെന്ന് തയ്ച്ചു കൊടുക്കും. ഞാനതൊന്നും ചെയ്യട്ടെ. പിന്നെ ഈ വന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഡിസൈൻ ഉണ്ടല്ലോ, ഈ സാധനം ഇത് ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്ന് പറയാൻ വന്നതാണ്. ഇത് നല്ലതായിരിക്കും. ഒരെണ്ണമൊക്കെ ഇടാം. ഇനിയിപ്പോ ഇത് ശീലമായി കഴിയുമ്പം നിനക്ക് ഒരെണ്ണമൊക്കെ ഇടാം. എനിക്ക് അതല്ല ഇഷ്ടപ്പെട്ടത്. അത് കുഴപ്പമില്ല. പക്ഷെ എനിക്കെന്താ എൻ്റെ ഒരു സങ്കല്പത്തിൽ ഏത് നിനക്ക് നന്നായിട്ട് ചേർന്നേ. ഇത് നമസ്കാരം സാറേ. ഓ ഇല്ലില്ല, ഞാനേ ഞങ്ങളുടെ ചെറിയൊരു പുതിയ ബിസിനസ് ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചുരിദാർ മെറ്റീരിയൽ. ഓ എല്ലാം ഓക്കെയാണ്. ഓക്കെ നമ്മുടെ സാറേ ജാഥ നമ്മൾ മറ്റന്മാരുടെ പാർട്ടി ഓഫീസിൻ്റെ അതുവഴി ഇങ്ങനെ വരും. വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തുമ്പം മുദ്രാവാക്യം വിളി ഒന്നുകൂടെ ഒന്ന് ശക്തമാക്കി കഴിഞ്ഞാൽ പ്രസിഡന്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അടുത്ത് പൊട്ടിയിട്ടുണ്ടാവും. അതല്ല തങ്ക, എന്റെ പൊട്ടിയൊന്ന് കൈ എന്നാണ് തങ്കം. ഞാൻ അതിനൊന്നും ചെയ്തില്ല. ഞാൻ അതിന്റെ അടുത്ത് പോലും പോയില്ല. തുണിയൊക്കെ ഞാൻ എങ്ങനെ കൊടുക്കും? ശരിയാക്കും. ഇത് കൈ പൊങ്ങുന്നില്ലടി. ഒരു കുഴപ്പമില്ലായിരുന്നു. നോക്കടി വിഷം കാണിച്ചു വെച്ചേക്കണത്. എനിക്കറിയില്ല നീ മനുഷ്യൻ ചെയ്തതാ. ജമന്തി സത്യം പറയാനില്ല, ഞാൻ അതിന്റെ അടുത്തോട്ട് പോയി. പിന്നെ ഒന്ന് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ആവോ? എന്റെ പോലും കൂടെ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അത് കൈ ഇങ്ങനെ വെച്ചു. അത്ര ശരീരം കൂടെ അതിനകത്തോട്ട് കൈവെക്കാൻ പോയതാരാ? ഞാൻ മനഃപൂർവ്വം വെച്ചല്ലടി. എനിക്കറിയില്ല. എന്ത് ചെയ്യും ഞാൻ? ഈ തുണിയൊക്കെ തയ്ച്ചു കൊടുക്കണ്ടേ? അയ്യോ, ഇത് നാളെ കൊടുക്കണ്ടേ? നാളത്തെ കാര്യം പോട്ടെ, ഞാനിനി എങ്ങനെ ജീവിക്കും? ആകെ വരുമാനമുള്ള സാധനം കിടക്കണ ഈ മനുഷ്യനെ കൊണ്ട്. ക്ലീര ചേട്ടാ ഇപ്പൊ തന്നെ വേറെ മേടിച്ചോണ്ടോ? ഞാൻ മേടിച്ചു കൊടുക്കാം. നിന്റെ പൈസ ഇരിക്കണ്ട, കടമായിട്ട് മതി. മൂത്തതായി പോയി, അല്ലെങ്കിൽ ഒരെണ്ണം വെച്ച് തന്നേനെ ഞാൻ. ഇതിനിപ്പോ എന്ത് ചെയ്യുന്ന? എന്നോടുള്ള സ്നേഹം കൊണ്ട് അവൻ ഇതൊക്കെ ആരാണ്ടിനെ കാലും കൈയും പിടിച്ചിട്ട് ഇവിടെ തയ്ക്കാൻ കൊണ്ടുപോയിപ്പിച്ചത്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ തങ്കം. മനഃപൂർവ്വം തന്നെ. നിങ്ങള് പുറത്തിറങ്ങിയാലും പ്രശ്നം, വീട്ടിലിരുന്നാലും പ്രശ്നം. എന്താ ക്ലീറ്റോ ഇങ്ങനെ? 3 വയസ്സാണോ? ക്ലീറ്റോ ചേട്ടാ എന്ത് ചെയ്യുമെന്ന് ഒന്നിനും ഉത്തരവില്ല. ഞാൻ ഏട്ടനോടൊന്ന് വിളിച്ച് പറയട്ടെ. അവരോടെങ്കിലും വിളിച്ച് പറയട്ടെ നാളെ ഇത് കൊടുക്കാൻ പറ്റൂലെന്ന്. മിണ്ടാതെ ഇങ്ങനെ ഇരുന്നോ നിങ്ങള്, ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിട്ട്.
ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയി ചോദിക്കണം എന്തിനാ? അയ്യോ. ചേച്ചി കുറച്ച് തുണിയും കൂടെ ഉണ്ട് തയ്ക്കാൻ. അല്ല ഇവിടെ കൊണ്ടുവന്ന് അത് ഇപ്പൊ വേണം. അല്ല അത് നാളെ അല്ലേ പറഞ്ഞത്? അല്ല നാളെ ഇതും കൂടെ വേണം. ഞാന് ഒന്ന് വിളിക്കാനിരിക്കായിരുന്നു. ഈ നാളെ എന്നുള്ളതേ 2 ദിവസം കൂടി ഓർഡർ ഉള്ളതാ ചേച്ചി. അല്ല വേറെ ഒന്നല്ല, എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾക്കൊരു മരിപ്പുള്ളതുകൊണ്ടാ പാലായത്. അത് പറ്റില്ല ചേച്ചി. എന്താണെന്ന് അറിയാമോ, ഇത് നമുക്ക് തിരുമല ഒരു കടയിൽ കൊടുക്കാനുള്ളതാണ്. നാളെ കൊടുത്തില്ലെങ്കിൽ അത് പണി കിട്ടും. ഇങ്ങനൊരു അത്യാവശ്യം. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, സാംസങ് മുതലാളി ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം. ഓർഡർ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അയ്യോ അത് വേണ്ട. നിങ്ങൾക്ക് പിന്നെ ഈ ഓർഡർ കിട്ടില്ല, അതുകൊണ്ടാ. അല്ല വേണ്ട, ഞാൻ ചെയ്തോളാം. ചെയ്യോ? ഇനി നാളെ വൈകുന്നേരം ഇത്രയും സാധനം എനിക്ക് കിട്ടണം, പറ്റിക്കരുത്. ഇല്ല ഇല്ല തരാം. ഉറപ്പ്? ഞാൻ പോവേണ്, പറ്റിക്കരുത്. എപ്പോ വരും നാളെ? ഞാൻ ഒരു 7 മണിയൊക്കെ ആകുമ്പോ വരാം, വൈകുന്നേരം. ഒരു 8:30 ആയിട്ട് വന്നാൽ മതി. എന്ത് ചേച്ചി? 7:30 മാക്സിമം 7:30. ഓക്കെ, പറ്റിക്കല്ലേ ചേച്ചി?